പാലക്കാട് എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണ പ്ലാന്റിന് പ്രാരംഭ അനുമതി നേടിയ ഒയാസിസ് കമ്പനിക്കെതിരെ ചട്ടവിരുദ്ധമായി ഭൂമി കൈവശം വെച്ചതിന് കേസെടുക്കുവാൻ നിർദ്ദേശം. റവന്യൂ വകുപ്പ് നടപടി തുടങ്ങി. പാലക്കാട് താലൂക്ക് ലാൻഡ് ബോർഡ് ചെയർമാന് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 23.92 ഏക്കർ ഭൂമിയാണ് കമ്പനിയുടെ കൈവശമുള്ളത്. 1963 ഭൂപരിഷ്കരണ നിയമപ്രകാരം 15 ഏക്കർ വരെയാണ് പരമാവധി കൈവശം വെക്കാവുന്ന ഭൂമി. 8.92 ഏക്കർ ഭൂമിയാണ് കമ്പനി അധികമായി കൈവശം വെച്ചിരിക്കുന്നത്. പ്രതിപക്ഷ MLA-മാരായ അൻവർ സാദത്ത്, M. വിൻസെന്റ്, CR മഹേഷ് എന്നിവരുടെ ചോദ്യത്തിന് റവന്യൂ മന്ത്രി K. രാജൻ നൽകിയ നിയമസഭയിലെ മറുപടിയിലാണ് ഇക്കാര്യമുള്ളത്. 9 ആധാരങ്ങൾ പ്രകാരം 23.92 ഏക്കർ ഭൂമി കമ്പനിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തതായി AP അനിൽകുമാർ, അൻവർ സാദത്ത്, മാത്യു കുഴൽനാടൻ, ചാണ്ടി ഉമ്മൻ എന്നിവരുടെ ചോദ്യത്തിന് രജിസ്ട്രേഷൻ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി മറുപടി നൽകിയിരുന്നു. കൈവശം വെക്കാവുന്ന ഭൂമിയുടെ പരിധി സംബന്ധിച്ച ചോദ്യത്തിന് അതുമായി ബന്ധപ്പെട്ട രേഖകൾ റവന്യൂ വകുപ്പിന് കീഴിലാണെന്ന മറുപടിയാണ് രജിസ്ട്രേഷൻ വകുപ്പ് നൽകിയത്. റവന്യൂ വകുപ്പിനോടുള്ള ചോദ്യത്തിൽ 15 ഏക്കർ ഭൂമി വരെ കമ്പനികൾക്ക് കൈവശം വെക്കാമെന്ന മറുപടി നൽകി. ഈ വ്യവസ്ഥയിൽ മാറ്റങ്ങളൊന്നുമില്ലെന്നും വ്യക്തമാക്കിയിരുന്നു. കമ്പനി കൂടുതൽ ഭൂമി കൈവശം വെച്ചത് നിയമാനുസൃതമാണോ എന്ന ചോദ്യത്തിനാണ് കേസ് ആരംഭിക്കുന്നതിനുള്ള ശുപാർശ സമർപ്പിക്കുന്നതിന് താലൂക്ക് ലാൻഡ് ബോർഡ് ചെയർമാന് നിർദ്ദേശം നൽകിയതായി റവന്യൂ വകുപ്പ് വ്യക്തമാക്കിയത്. പാലപ്പുറം സ്വദേശിയായ A. ഗോപാലകൃഷ്ണൻ എന്ന വ്യക്തിയാണ് ഭൂമി വാങ്ങാൻ കമ്പനിക്ക് വേണ്ടി ഇടനില നിന്നത്. ഇയാളെയാണ് കമ്പനി ഔദ്യോഗിക പ്രതിനിധിയായി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഇയാളുടെ പേരിലാണ് കരമടച്ചിരിക്കുന്നത്. ഏതാണ്ട് 8000-ഓളം രൂപയാണ് കരമായി അടച്ചിരിക്കുന്നത്. 24 ഏക്കറിൽ ഏതാണ്ട് 5 ഏക്കറോളം നെൽകൃഷി ചെയ്യുന്ന സ്ഥലമാണ്. ബാക്കി പുരയിടമാണ്. സർക്കാരിന് അപേക്ഷ നൽകിയിട്ടുണ്ടെന്നും അനുമതി ലഭിച്ചാലേ പേര് വെളിപ്പെടുത്താവൂ എന്ന് കമ്പനി പ്രതിനിധിയായ ഗോപാലകൃഷ്ണൻ എന്നാൾ പറഞ്ഞതായി പഞ്ചായത്ത് അംഗവും കോൺഗ്രസ് നേതാവുമായ K. അപ്പുക്കുട്ടൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇടനിലക്കാർ വഴിയാണ് കമ്പനി അധികൃതർ അപ്പുക്കുട്ടനെയും സുഹൃത്തിനെയും ബന്ധപ്പെടുന്നത്. കൃഷിക്കാരുമായി ബന്ധപ്പെട്ട ആളെന്ന നിലയ്ക്കാണ് സ്ഥലം വാങ്ങി നൽകാമോ എന്നാവശ്യപ്പെട്ട് സമീപിച്ചതെന്നും അപ്പുക്കുട്ടൻ വ്യക്തമാക്കിയിട്ടുണ്ട്. കൃഷിക്കാരിൽ നിന്നുൾപ്പെടെ 24 ഏക്കറാണ് ഇവിടെ സ്ഥാപനം വാങ്ങിയിട്ടുള്ളത്. കർഷകർ തരിശിട്ട ഭൂമിയാണ് നൽകിയതെന്നും അവർക്ക് ചോദിച്ച പണം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു.